ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ബ്രിസ്ബെയിനാണ്. ബ്രിസ്ബെയിനിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനുള്ളപ്പോൾ ബ്രിസ്ബെയിൻ CBDൻ്റെ ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പം ഞാൻ സിഡ്നിയിലാണ് താമസിക്കുന്നത്, പക്ഷേ ഞാനിതുവരെ സിഡ്നി കാണിച്ചിട്ടില്ല. സിഡ്നി ഞാൻ വിചാരിക്കും എന്ത് കാണിക്കാനുള്ള കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണുള്ളത്. നമുക്കതൊരു നോർമലായിട്ടത് തോന്നുന്നത്. നമ്മൾ കണ്ടത് ശീലമായതുകൊണ്ട് നമുക്കത് എന്താ കാണിക്കേണ്ടതെന്നൊരു എന്താ പറയുക ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രിസ്ബെയിൻ എന്നപ്പം നമുക്കത് ന്യൂ ആണല്ലോ, അപ്പം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് കാണാൻ ഉള്ള ബ്രിസ്ബെയിനിൽ. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളെയും കൂടി ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഉള്ളത് ബ്രിസ്ബെയിൻ റിവറാണ് ഈ കാണുന്നത്. അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ബ്രിസ്ബെയിൻ ബ്രിഡ്ജാണത്. പിന്നെ ആ കാണുന്നതാണ് ബ്രിസ്ബെയിൻ വീല്. അതിവിടുത്തെ ഭയങ്കര ഫേമസ് ആയ ഒരു സാധനമാണ് ബ്രിസ്ബെയിൻ വീൽ എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ അതിനകത്ത് കയറണം എന്നുണ്ട്, നോക്കാം. ടിക്കറ്റ് അതുപോലെ കുറേ ക്യൂ ഒക്കെ ആണെങ്കിൽ എന്തായാലും കയറുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് മെയിനുള്ള സിറ്റി സെൻറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സമയമാണ് ഞാൻ ബ്രിസ്ബെയിനിൽ വരുന്നത്. ബ്രിസ്ബെയിൻ അപ്പം നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ സിഗ്നേച്ചർ ബോർഡ്. ഇതിൻ്റെ പുറകെ കാണുന്നതാണ് ബ്രിസ്ബെയിൻ CBD. അപ്പം നമുക്ക് ബ്രിസ്ബെയിൻ വീലിൻ്റെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലെയാണ്. ഇവിടെ ആൾക്കാരെല്ലാം വന്ന് റിലാക്സ് ചെയ്യുന്നു, പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നു. പിന്നെ ഇവിടെ എന്തോ ആൾക്കാരെല്ലാം ഇന്നൊരു വീക്കെൻഡാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വിൻ്ററാണ്, പക്ഷേ ഒടുക്കത്തെ ചൂടാണ്. എന്താ പറയുക, സാധാരണ വിൻ്റർ ആകുമ്പോൾ കുറച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര സണ്ണിയാണ്, നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബ്രിസ്ബെയിൻ സിറ്റി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ബ്രിസ്ബെയിൻ റിവർ. ഇതാണ് ഇവരുടെ ബ്രിസ്ബെയിൻ പാലം. ഇതല്ല ശരി, വേറെ ഒരു പാലം, ഒരു ബ്രിഡ്ജും കൂടി ഉണ്ട് ഇവിടെ, ബ്രിസ്ബെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. നമുക്കിനി ഈ വീലിനെ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്നിട്ട് ബ്രിസ്ബെയിൻ വീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ബ്രിസ്ബെയിൻ വീല്. ഇതിപ്പോൾ ഓൾറെഡി ആൾക്കാരെല്ലാം കയറ്റി പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയതാട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുന്നത്. ടിക്കറ്റ് കോസ്റ്റ് നോക്കാം. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഇതാണ് ഇവിടുത്തെ ന്യൂസ് ചാനലാണ്, ABC ന്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏഷ്യ ന്യൂസ്, മനോരമ ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ന്യൂസ് ചാനലിൽ ഒന്നാണ് ABC ന്യൂസ്. എല്ലാവരും കാണുന്ന ABC അല്ലെങ്കിൽ 7 ന്യൂസ്, 9 ന്യൂസ്, ഇങ്ങനെ കുറച്ച് ന്യൂസ് ചാനലുകളുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇവിടെ പോയി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. ഇനി നമ്മൾ പോകുന്നത് സൗത്ത് ബാങ്ക് പാർക്ക് ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും ബൊഗെയിൻവില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിലെ കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോൾ ഇതൊരു ബീച്ചിൻ്റെ സൈഡിലെ ബീച്ച് പോലെ ഒരു ബീച്ച് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവിടത്തേക്ക് നമുക്ക് നടന്നു നോക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കുളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നും കുളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര തണുപ്പായിരിക്കും. ബിക്കോസ് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാകുമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്നൊരു വേ ആണ്. ഇതാണ് മെയിൻ സിറ്റി സെൻറ്ററാണിത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ വീല് കഴിഞ്ഞിട്ട് നേരെ ഈ ഇതിലെ അങ്ങോട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. പിന്നെ ഇവിടെ കുറേ ഈറ്ററീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കുറേ കഫേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ആ ബീച്ചിൻ്റെ സൈഡിലെത്താനായിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു ആംഫി തിയേറ്റർ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഇവരുടെ ബ്രിസ്ബെയിനിലാണ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടന്ന് ഞാൻ പറഞ്ഞ ബീച്ചിൻ്റെ അവിടെ എത്തുന്നുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. ബ്രിസ്ബെയിൻ റിവറിനോട് ചേർന്ന് തന്നെയുള്ളൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണിത്. ഇത് എൻട്രി ഫ്രീ ആണ്, മോർണിംഗ് ടു നൈറ്റ് ഇതുണ്ട്. പക്ഷെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും പൂളിലില്ല. ഇതില്ലേ, ഗവൺമെൻറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പം വരുന്നവർക്കെല്ലാം ഇവിടെ ഇങ്ങനെ കുളിച്ചിട്ട് കിഡ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുളിക്കാനും, അതല്ല ഇവിടെ ബീച്ചിൽ പൂഴിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ്. നല്ലതുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാണ്, അതുകൊണ്ട് കുളിക്കാൻ പറ്റുന്നില്ല. ആൻഡ്രൂ കുളിക്കുന്നുണ്ടോ? ചാടുന്നുണ്ടോ? പിന്നെ നീണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ബീച്ചായിട്ടും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈറ്ററീസ്, കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഫുഡെല്ലാം കിട്ടുന്ന നല്ല ഏരിയയാണ്. ഈറ്റ് സൗത്ത് ബാങ്ക് എന്നെല്ലാം പറഞ്ഞൊരു എന്താ പറയുക ഒരു ബേ തന്നെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നോക്കാം കിട്ടുമെന്ന്. പക്ഷേ നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ വീണ്ടും ഇതാണ് ബീച്ച് സെറ്റപ്പ്. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇത് അങ്ങ് വരെയുണ്ട്. ഇവിടെ പിന്നെ കിഡ്സിന് വേറെ ഡെപ്ത് ഇല്ലാത്ത കുറച്ച് പൂൾ ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബ്രിസ്ബെയിൻ സിറ്റിയുടെ സൗത്ത് ബാങ്ക് സൈഡ്. ഇനി നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിൽ സ്റ്റാറിൻ്റെ മേലെ കയറുന്നുണ്ട്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടും കൂടി ഇനി ആ സൈഡിലേക്ക് പോകണം. അപ്പം നമുക്ക് ഇനി അപ്പുറം സൈഡിലേക്ക് പോയിട്ട് വരാം. ഈ കാണുന്നതാണ് വീൽ ഓഫ് ബ്രിസ്ബെയിൻ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജ് കയറിയിട്ട് ഇതിനെ പുഴയുടെ രണ്ട് കരയുണ്ട്. ആ സൈഡും ഈ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് കയറിയിട്ട് നമ്മൾ CBDൻ്റെ മറ്റേ സൈഡിലേക്ക് നടക്കുകയാണ്. ഇതാണ് ബ്രിഡ്ജ്. ഇതാണ് CBD ലുക്ക്. കുഴപ്പമില്ല. ഈ താഴെ കൂടെ ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടുത്തെ ഫെറി പിന്നെ കിറ്റി കാറ്റ് എന്നെല്ലാം പറഞ്ഞ് ഒരു ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ബ്രിസ്ബെയിനിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ, സിഡ്നിയിൽ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇവിടെ 55 സെൻറ്റേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷന്. അതൊരു പ്ലസ് പോയിൻ്റ് കേട്ടോ ബ്രിസ്ബെയിൻ്റെ. സാധാരണക്കാർക്കെല്ലാം ജസ്റ്റ് 55 സെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഇതാണ് ബ്രിസ്ബെയിൻ റിവർ, ഈ താഴെ കാണുന്നത്. ഇതുകൂടിയാണ് ബോട്ട് സർവീസ്. അതല്ലേ റോഡ്, മേൽപ്പാലങ്ങൾ, കാര്യങ്ങൾ. നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കുകയാണ് അങ്ങോട്ടേക്ക്. ഇനി ബ്രിസ്ബെയിൻ്റെ മറുകര തേടിയുള്ള യാത്രയിലേക്ക് ഇപ്പുറ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് കാണാം. സ്കൈ ഡെക്കിലേക്ക് ലിഫ്റ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു ആരോചനുണ്ടാവും. ഇത് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഈ കാണുന്ന ഇതൊരു ഗ്ലാസ് ഹൗസാണ്. ഇതിൻ്റെ അവിടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നുള്ള വീഡിയോസും വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടുന്ന് താഴേക്ക് നോക്കാനും പറ്റും. ഗ്ലാസ് ഹൗസിൻ്റെ ഗ്ലാസ് ഹൗസല്ല, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് നോക്കാനും പറ്റും. ഇതാണ് നമ്മൾ ഇപ്പുറ സൈഡ് വന്നപ്പോഴുള്ള വ്യൂ. നമ്മൾ കണ്ടില്ല നേരത്തെ നമ്മൾ ആ വീലില്ലേ, അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോവാണ് ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ട് വ്യൂ കാണിച്ചു തരാം. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയേക്കാണ്. ഇതൊരു ഷോപ്പിംഗ് മോളിലത്തെ ഇത് സ്റ്റാർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ്. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം. വെരി ബാഡ് ലക്ക് ഡേ ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തേക്കാണ്. എന്താ റിനോവേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, ബ്രിസ്ബെയിൻ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് സിറ്റി സെൻറ്റർ. ഇതൊക്കെയാണ് ബ്രിസ്ബെയിൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ക്രൗഡഡ് അല്ല. സിറ്റി പക്ഷേ ഭയങ്കര ക്രൗഡഡാണ്. ഇത് നല്ല സുഖമായിട്ട് നമുക്ക് നടന്നു പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സ്ഥലം. എങ്ങനെ ഇതാണ് ബ്രിസ്ബെയിനിൽ കൂടെയുള്ള സിറ്റി പോക്കാണിത്. ഇപ്പം ഇവിടെ നിന്നൊരു 600 മീറ്ററാണ് കാണിക്കുന്നത് ക്ലോക്ക് ടവറിലേക്ക്. നല്ല അടിപൊളിയായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട് ഇതേപോലെയൊക്കെ ആകണം ഒരിക്കൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഇതെന്ന് പറയുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് സൈഡ് മീൻസ് റോഡിൻ്റെ രണ്ട് സൈഡിലും കുറേ ഷോപ്സ് ഇല്ലേ, എസ്പെഷ്യലി ഡ്രസ്സിൻ്റെയും ചപ്പൽസ് അങ്ങനെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാർക്ക് ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ലാത്തവരാണെന്ന് തോന്നുന്നു. പൊതുവേ ഇവൻ സിറ്റിയിലും ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പുറത്തു കൂടെയൊക്കെ വളരെ കുറവാണ്. കൂടുതലും ഈറ്ററീസാണ് ഉള്ളത്. ഫുഡ് കഴിക്കുക, ബിയർ അടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങില്ലേ, ഇതിവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാമ്പസാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ സൈക്കിൾ വേ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്രോസ് ചെയ്യാം. അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ, റോഡ് ക്രോസ് ചെയ്യാം. അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ എനിക്കൂടെയുള്ള നടത്തമാണ്. കൂടെ വന്ന ആളിതാണ്ട് ഇപ്പോൾ ഉറങ്ങി. അവൻ ഭയങ്കരമായിട്ട് മടുത്ത് പോയി. ഇവിടുത്തെ പാർക്കിൽ പോയിട്ട് ഭയങ്കര ഓട്ടമായിരുന്നു. ഓട്ടം കഴിഞ്ഞപ്പോൾ ചെക്കൻ ടയർഡായി. ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കണം. ഓരോർക്കും ഉറങ്ങി. ക്യൂൻ സ്ട്രീറ്റ് ഇഷ്ടംപോലെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മളപ്പുറം എത്തുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. നടന്ന് ബ്രിസ്ബെയിൻ ക്ലോക്ക് ടവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബ്രിസ്ബെയിൻ ക്ലോക്ക് ടവർ. ഇതൊരു ഹൈറ്റുള്ള ബിൽഡിങ്, പിന്നെ ഇവിടെ കുറച്ച് സ്ക്വയർ, എല്ലാം മിക്ക യൂറോപ്യൻ കൺട്രീസിലുള്ള പോലെ തന്നെ. പിന്നെ ഇവിടെയും കുറച്ച് ഈറ്ററീസ് കാര്യങ്ങൾ, പിന്നെ ബിയറൊക്കെ അടിച്ച് കഴിക്കുന്ന ആൾക്കാർ. പിന്നെ ഇവിടെ ഒരു ചർച്ച് കാണാം.
ദി ബ്യൂട്ടിഫുൾ ചർച്ച്. നമ്മൾ ആ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇതാണ് ക്ലോക്ക് ടവറിൻ്റെ ഉൾഭാഗം. വാവ്. ഈ ക്ലോക്ക് ടവറിൻ്റെ ഓരോ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചേക്കുവാണ്. ഇങ്ങനെ നല്ല കോറിഡോർസാണ്. കയറിക്കോ, കയറി. നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്. ലൈറ്റൊക്കെ നോക്കിയാൽ കുറേ പേര് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. ഇത് ക്ലോക്ക് ടവറിന് മേലെ പോകാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിഫ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുക. ഇതാണ് മ്യൂസിയം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. നടന്ന് ഒരു ഹോളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് എൻട്രി ഇല്ല. മ്യൂസിയം ഓഫ് ബ്രിസ്ബെയിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എൻട്രി. മ്യൂസിയം ഓഫ് ബ്രിസ്ബെയിൻ്റെ ഉള്ളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കഥകളി, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ, കേരളത്തിലെ മംഗമാർ. ഇതുകൂടാതെ തമിഴ്നാടുണ്ട്, പിന്നെ മിസോറാം, മണിപ്പൂർ, പല സ്റ്റേറ്റിൽ നിന്നുള്ളതുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ്, കർണാടകയില്ലേ, കർണാടക ആണെങ്കിൽ ഗുജറാത്തുണ്ട്. ഡേ ആയ ഇപ്പം നമ്മൾ സിഡ്നിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ബൈറൻ ലൈറ്റ് ഹൗസിലേക്ക് വന്നതാണ്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബീച്ചുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോയിട്ട് വരാം. ഇതാണ് ലൈറ്റ് ഹൗസിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ സെൻ്ററാണ്. ഇത് ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ കാണുന്ന താഴത്തെ കടലാണ്. ഇതിൻ്റെ ബീച്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈക്ലിങ്ങിനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും മിക്കവരും തന്നെ വരുന്നത്. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് ആണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. ഇത് ഓപ്പൺ ആകുന്നത് 10 o'clock. ഇപ്പോൾ നമ്മളിപ്പം 9:30 ആയി ഇവിടെ എത്തിപ്പം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി നോക്കാം. പക്ഷേ എൻ്റെ മേലെ ടോപ്പിലേക്ക് കയറണമെങ്കിൽ എനിക്കൊന്ന് 10 മണിയാണെന്ന് തോന്നുന്നു. ഉള്ളിൽ കയറ്റുമെന്ന് അറിയില്ല. അവിടെ താഴെ ഇൻഫർമേഷൻ സെൻ്ററൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. താഴെ ബീച്ച് ഞാൻ കണ്ടു. അവിടെ ഞാൻ വണ്ടി കുറച്ച് താഴെ പാർക്ക് ചെയ്തേ. നിങ്ങൾ വരുമ്പോൾ തൊട്ട് താഴെയുള്ള പാർക്കിങ്ങിലാണെങ്കിൽ ബ്യൂട്ടിഫുൾ ബീച്ച്. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ ഒരു രക്ഷയില്ലാത്ത ബീച്ചത്. ഇതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഭാഷ പൊളി. ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസ് കാണാം. ഇതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കുറേ ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് താഴേക്ക് അവിടെ സ്റ്റെപ്പ് ഉണ്ട്. താഴേക്ക് സ്റ്റെപ്പ് ചെയ്തിട്ട് അവിടെ താഴെ കണ്ട ആൾക്കാരെല്ലാം കുറേ ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഇത് ഇവിടെ നിന്നുള്ളൊരു കൊക്ക പോലെ സ്ഥലമാണ്. ഇത് കടലിൻ്റെ വ്യൂ. പക്ഷേ ബീച്ച് താഴെയാണുള്ളത്. ഞാൻ ബീച്ച് കാണിച്ചു തരാം. ഉടൻ തന്നെ ബീച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഭയങ്കര കൊക്ക. ഇവിടെ നിന്ന് താഴെ പോയി തീർന്നു, ആൾക്കാർ തീർന്നു. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം ആഴം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് സൂപ്പർ. അതുകൊണ്ട് അവിടെ നിന്നാണ് ആ കാണുന്ന ഇൻഫർമേഷൻ സെൻറ്റർ. ഞാൻ ഇതിൻ്റെ അടിയിലാണ് കാറ് പാർക്ക് ചെയ്തത്. എന്നിട്ട് ഇങ്ങോട്ട് കയറി. പക്ഷേ നിങ്ങളുടെ കൂടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യുകയും ചെയ്യാം. പാർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പാർക്ക് ചെയ്തിട്ട് ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ. ഇല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ കാറ് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല. കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു വോക്ക് വേ ഉണ്ട്. വോക്ക് ചെയ്ത് നടന്നാണ് ആ ലൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസ്. നേരത്തെ നമ്മളവിടെ പോയില്ലേ, ആ ലൈറ്റ് ഹൗസിൽ നമ്മൾ വീണ്ടും ഇറങ്ങി ഇതിങ്ങനെ കുറച്ചിങ്ങനെ നടന്ന ഉണ്ട്. ഇതേപോലെ വളരെ അടിപൊളി സീനിക് വ്യൂ ആണ്. താഴെ കാണുന്ന ബീച്ച് കാണുന്നുണ്ട് നിങ്ങൾ. ഇതേ ഞാൻ പറഞ്ഞ ബീച്ച്, ഒരു രക്ഷയില്ലാത്ത ബീച്ച്. അയ്യോ,
ഇതിൻ്റെ കുറച്ചും കൂടി താഴെയുണ്ട്, അവിടെ സർഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ പിന്നെ ഒരു ലുക്ക് ഔട്ട് പോയിൻ്റ് പോലെ എല്ലാവരും ഇവിടെ വന്ന് നോക്കുന്നു. പോയിൻ്റൊന്നുമല്ല, ജസ്റ്റ് ഒരു വോക്ക് വേ തന്നെയാണ്. ഇതാണ് ബീച്ച്. ഇങ്ങനെയുണ്ട് ബീച്ച്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ബീച്ച്. കണ്ടോ ബീച്ച് എങ്ങനെയുണ്ട്? പൊളി ബീച്ചല്ല. ഇതിങ്ങനെ കിടക്കുവാണ് അങ്ങ് വരെ. പിന്നെ വീണ്ടും നമ്മൾ വണ്ടിയിട്ടിലേക്ക് നടക്കുന്ന താഴേക്ക്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചൊരു ബീച്ചില്ലേ, അതുകൂടാതെ വേറെ ഒരു ബീച്ചും കൂടി ഉണ്ട്. അതിലേക്കുള്ള അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടത്. ആക്ച്വലി അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് വേണ്ടിയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തതാണ്. അവിടെയും കുറച്ച് പാർക്കിംഗ് വളരെ കുറവാണ്. മേലെയും കുറച്ചൊരു 10-20 വണ്ടിക്ക് ഇടാനുള്ളൂ, താഴെയും. പിന്നെ പക്ഷേ ഏറ്റവും താഴെയാണെങ്കിൽ കുറേ വണ്ടി ഇടാനുള്ള പാർക്കിംഗ് സ്ഥലമുണ്ട്. ഞാൻ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ ഞാൻ പറയാം, ഇവിടുത്തെ ഇത് ഫസ്റ്റാണ് നമ്മൾ കയറി വരുമ്പോൾ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് താഴെയുണ്ട്. പക്ഷേ അവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കയറ്റാമെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടെ ഞാൻ അറിയാതെ പാർക്ക് ചെയ്ത് വേണേൽ മേലേക്ക് കയറ്റാം. പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ വ്യൂ കാണാൻ പറ്റുന്നത്. ആ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ പാർക്കിംഗ് ലോട്ട് കാണിച്ചില്ലേ, പാർക്കിംഗ് ലോട്ടിന് അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ജസ്റ്റ് ഒരു വ്യൂ കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. പക്ഷേ ഇന്ന് അധികം ആൾക്കാരൊന്നും ബീച്ചിൽ കാണുന്നില്ല. പക്ഷേ അടിപൊളി ബീച്ചാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ബീച്ച്. ഇതിങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, താഴെ ഒരു പാർക്കിംഗ് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് കുറേ പേര്, ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സ്പേസ് ഉള്ളത് അവിടെയാണ്. അപ്പം അവിടെയാണ് കുറേ പേര് സർഫിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയിട്ട് വരുന്നത്, അവിടുത്തെ ബീച്ചിലേക്കാണ്. പക്ഷേ ഇനി അവിടെ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. വീണ്ടും അവിടെ സ്റ്റോപ്പ് ചെയ്തതിനവിടെ പാർക്കിംഗ് പൈസ കൊടുക്കണം. അപ്പോൾ ഫീ വീണ്ടും കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൽ വേർത്തുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ബാക്ക് ടു സിഡ്നി. അപ്പോൾ ഓൺ ദ വേ ഏതെങ്കിലും നിർത്തുവാണെങ്കിൽ കാണിച്ചു തരാം എന്തായാലും സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 900 കിലോമീറ്റേഴ്സ് ഉണ്ട് സിഡ്നിക്ക്. ഇങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു സിഡ്നിയിലേക്കുള്ള ഡ്രൈവിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം പോകുന്ന വഴിക്ക് ഇതിൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ സിഡ്നി എത്തിക്കഴിയുമ്പോൾ കാണാം.